വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഗ്രീൻ കളർ മസ്റ്റാങ്ങിന്റെ ആണ്. ഇത് വെച്ച് ഒരുപാട് വീഡിയോ ആയിട്ടുണ്ട്, നിങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ ഇതിന്റെയാണ്. അതൊരു ഗീവ് അവേ. അപ്പൊ ഈ മസ്റ്റാങ് വിന്നറുടെ കയ്യിലോട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് ഇത്. ഗ്രീൻ കളർ മസ്റ്റാങ്. ആക്ച്വലി ഈ വണ്ടി ഞങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണ്. കാരണം മെയിൻ ആയിട്ടുള്ളത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ ഈ കാർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങിച്ച വണ്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വണ്ടി. പിന്നെ ഈ വണ്ടി കാരണമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള കാരണം. അപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടണം അല്ലെങ്കിൽ ഗീവ് അവേ ഇടണം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് കളിയാക്കി, അല്ലെ ഇൻസൾട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. ബട്ട് ആ ഒരു വീഡിയോ ഇത്രയും റീച്ച് ആവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ എന്തായാലും റീച്ച് ആയി. എനിക്ക് ഒരുപാട് ഞാൻ 200 ഫോളോവേഴ്സിനെ കിട്ടുമെന്ന് വിചാരിച്ചൊരു റിയൽട്ടാണ്, അതും ജസ്റ്റ് ഒരു ഗീവ് അവേ. പക്ഷേ എനിക്കിപ്പോ വിത്തിൻ 10 days, വെറും 10 ദിവസം കൊണ്ട് എനിക്ക് 3850 ഫാമിലി ഇൻസ്റ്റയിലല്ല യൂട്യൂബിലായി. അത് വിത്തിൻ 10 days. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെല്ലാം ഈ കാർ കൊണ്ടാണ്. അപ്പോ ഞങ്ങൾക്കും പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു കാർ കളക്ഷൻ വേണം, കാർ വാങ്ങണം. വീട്ടുകാരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ആ വണ്ടി വേണം, ഈ വണ്ടി വേണം. കിട്ടിയിട്ടില്ല അതും. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു നമ്മളെ ഒരുപാട് ഇത് വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരാൾക്കെങ്കിലും ഈ ഒരു വണ്ടി എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ ഗീവ് അവേ ഇട്ടത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഗീവ് അവേന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്ത്. ആ രണ്ടുപേരെ സെലക്ട് ചെയ്തതില് ഫസ്റ്റ് വിന്നറെ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻസ്റ്റ ഇടുന്ന പോലെ അല്ല, നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ID ഒന്നും നമുക്ക് കിട്ടില്ല. എന്നിട്ട് ഞാൻ ആ ഒരു ഫസ്റ്റ് കാർ ചലഞ്ചർ 112 അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ആളെ ഞാൻ എന്ത് ചെയ്ത ആളുടെ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് അതിലൊരു 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ആള്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കമന്റ് ഇട്ട്, ബ്രോ നിങ്ങളാണ് ഗീവ് അവേയുടെ വിന്നർ. ബട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. പക്ഷേ ഇതിന്റെ സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു നമ്മളുടെ ഒരു ബ്രോ, അവൻ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലി മെസ്സേജ് ചെയ്ത്, ബ്രോ ഞാനാണ് സെക്കൻഡ് സെലക്ട് ആയത്. ഞാൻ ആളെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ആള് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് ആളെ കിട്ടി. ആളെനിക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തതേ നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം കാണിച്ചത്. ഇതാണ് ആ ബ്രോ. പുള്ളിക്കാരൻ എനിക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബ്രോന് കൊടുക്കാൻ പറ്റുന്നത്. കാരണം എനിക്കായിട്ട് കൊടുക്കാനൊരു വഴിയില്ല. അങ്ങനെ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചത്. എനിവേ ആ ബ്രോന് എന്റെ വീഡിയോ കണ്ടതില്ല, ആ ഒരു ലൈവ് കണ്ടുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അത് കണ്ടത്. സോ ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ ആ ഒരു ഗീവ് അവേ ഇട്ട വീഡിയോ ഇത്രയും പേര് കണ്ടതിനെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇത്രയും വ്യൂ കിട്ടുന്നത് അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതിപ്പോ ഞാനും എന്റെ ബ്രദറുമാണ് ഇതിൽ ഇങ്ങനെ വീഡിയോ ഇടാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ ചെറിയൊരു വീഡിയോയുടെ എഫേർട്ട് ആണെങ്കിലും ആ ഒരു എഫേർട്ടിന് കിട്ടിയത് നിങ്ങൾ കാരണമാണ്. സോ എനിവേ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഞാൻ ലാഗ് എടുപ്പിക്കണില്ല, നമുക്കപ്പോ പാക്കിംഗ് സെക്ഷനിലോട്ട് പോവാം. അതിന് മുന്നേ അടുത്ത ഗീവ് അവേ നമുക്ക് ഇതിനെ കൊടുത്താലോ. ഞാൻ ഞങ്ങളുടെ ചുക്കാമണി കടിക്കല്ലേ. അപ്പൊ എനിക്ക് ഇതിനെ നമുക്ക് ഗീവ് കൊടുക്കാം. അപ്പൊ ഞങ്ങളോട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പാക്ക് ചെയ്ത് ആ ബ്രോന് നല്ല വൃത്തിയായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി ഇത് ചെയ്തിട്ട് കാണിക്കാം. ശരി. അപ്പം